കാൻഡിൽ ലൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരീരപ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകുന്ന പോഷകഘടകം കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം. ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും അടങ്ങിയ പ്രധാന ധാന്യകം ഏത്? അന്നജം. മനുഷ്യന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം ഏത്? സെല്ലുലോസ്. ധാന്യകത്തിലെ ഘടകമൂലകങ്ങൾ ഏവ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഴങ്ങളിൽ അടങ്ങിയ പഞ്ചസാര ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. പാലിലെ പഞ്ചസാര ഏത്? ലാക്ടോസ്. ഒരു ഗ്രാം അന്നജത്തിൽ നിന്ന് എത്ര ഊർജം ലഭിക്കും? 4 കലോറി. അന്നജത്തിന്റെ സാന്നിധ്യമറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിനുമായി ചേരുമ്പോഴുണ്ടാവുന്ന നിറം കടും നീല. മത്സ്യം, പാൽ, മുട്ട, കിഴങ്ങ് ഇതിൽ ഏതിലാണ് അയഡിൻ നീല നിറം കാണിക്കുക? കിഴങ്ങ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത്? പ്രോട്ടീൻ അഥവാ മാംസ്യം. മുടിയുടെയും ദഹനരസത്തിൻ്റെയും കോശങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന പോഷക ഘടകം പ്രോട്ടീൻ. പ്രോട്ടീനിൽ അടങ്ങിയ മൂലകങ്ങൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, കാർബൺ. ഓരോ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രോട്ടീനിന്റെ അളവ് എത്ര? ശരീരഭാരത്തിനനുസരിച്ച് കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ. പ്രോട്ടീനിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കർ. പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ സസ്യവിഭവം പയറുവർഗ്ഗങ്ങൾ. 100 ഗ്രാം ചെറുപയറിൽ നിന്നും ലഭിക്കുന്ന പ്രോട്ടീനിന്റെ അളവ് എത്ര? 24 ഗ്രാം. ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന പോഷക ഘടകം ഏത്? കൊഴുപ്പ്. 1 ഗ്രാം കൊഴുപ്പിൽ നിന്നും ലഭിക്കുന്ന ഊർജം എത്ര? 9 കലോറി. വിറ്റാമിനുകൾ എത്ര എണ്ണമുണ്ട്? 13. വിറ്റാമിനുകൾ എന്ന പദം ആദ്യം മുന്നോട്ട് വെച്ചത് ആര്? കാസിമർ ഫങ്ക്. കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. കാരറ്റിൽ കൂടുതലായി അടങ്ങിയ വിറ്റാമിൻ വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖം നിശാന്തത. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. സൂര്യപ്രകാശമേറ്റാൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിൽ എല്ലുകൾ വളയുന്ന അസുഖത്തിന് പറയുന്ന പേര് റിക്കറ്റ്സ്. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി. കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി. ഏതു വിറ്റാമിന്റെ അഭാവമാണ് വന്ധ്യതയ്ക്ക് കാരണമാവുക? വിറ്റാമിൻ ഇ. ഒരു ഹോർമോണായി പരിഗണിക്കാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ. തയാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ബി1. വിറ്റാമിൻ ബി1ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി.
നാക്കിലും വായ്ക്കകത്തും വ്രണങ്ങൾ ഉണ്ടാവുന്നത് ഏതു വിറ്റാമിൻ്റെ അഭാവത്തിലാണ്? വിറ്റാമിൻ B2. വിറ്റാമിൻ B2വിൻ്റെ രാസനാമം റൈബോഫ്ലാവിൻ. നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B3. വിറ്റാമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര. ധാന്യങ്ങളുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B1. പിരിഡോക്സിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B6. അരുണരക്താണുക്കളുടെ രൂപവത്കരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഫോളിക് ആസിഡ് അഥവാ വിറ്റാമിൻ B9. കൊബാൾട്ട് അടങ്ങിയ വിറ്റാമിൻ വിറ്റാമിൻ B12. സയാനോ കൊബാലമീൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B12. ജീവകം H എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ബയോട്ടിൻ. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ C. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. നാരങ്ങയിലും നെല്ലിക്കയിലും ധാരാളം അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ C. ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ വിറ്റാമിൻ C. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വിറ്റാമിൻ വിറ്റാമിൻ C. ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹം ഇരുമ്പ്. പ്രോട്ടീൻ നിർമ്മാണത്തിന് പങ്കുവഹിക്കുന്ന ലോഹം മാഗ്നീഷ്യം. എല്ലിലും പല്ലിലുമുള്ള പ്രധാന ലോഹം കാൽഷ്യം. ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അനീമിയ അഥവാ വിളർച്ച. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന മൂലകം അയഡിൻ. അയഡിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഗോയിറ്റർ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന മൂലകം സോഡിയം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏവ? വിറ്റാമിൻ B, വിറ്റാമിൻ C. ജലത്തിൽ ലയിക്കാത്ത വിറ്റാമിനുകൾ ഏവ? വിറ്റാമിൻ A, വിറ്റാമിൻ D, വിറ്റാമിൻ E, വിറ്റാമിൻ K. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ A, വിറ്റാമിൻ D, വിറ്റാമിൻ E, വിറ്റാമിൻ K. Thank you for watching.